ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോണ ഒരു സോളാർ ഇൻവെർട്ടർ ബോർഡും അതേപോലെ നമ്മളെ പഴയ മോഡൽ ഒരു സ്ക്വയർ വേവ് ഇൻവെർട്ടർ ബോർഡാണ്. അപ്പോൾ അത് ഇതേപോലെയാണ് വരുന്നത്. നമ്മളെ സൈൻ വേവ് ഇൻവെർട്ടറിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബോർഡിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജിങ്ങിന് അതേപോലെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് LED ആണ് ഇതിന്റെ ഇൻഡിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് പഴയ ബോർഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ഇൻവെർട്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത് നമ്മളെ 30-55 ട്രാൻസിസ്റ്ററൊക്കെ വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവെർട്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള ബോർഡുകളാണ് ഇതൊക്കെ. അപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ സ്ക്വയർ വേവ് ഇൻവെർട്ടറിന്റെ ബോർഡ്. അപ്പോൾ ഇതിൽ 6 മോസ്ഫെറ്റ് ആണ് വരുന്നത്. 6 മോസ്ഫെറ്റ്, പിന്നെ അതേപോലെ ഇതിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ന്യൂട്രൽ, അതുപോലെ കപ്പാസിറ്റർ. ഇതിന്റെ വേറെ കാര്യമുണ്ട്, കപ്പാസിറ്റർ വഴിയാണ് ഇതിന്റെ ചാർജിങ് നടക്കുന്ന ബാറ്ററിക്കുള്ളത്. അപ്പോൾ ഇതേപോലത്തെ ഒരു കപ്പാസിറ്റർ വെച്ചിട്ടാണ് നമ്മൾ ചാർജിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ചാർജിങ്ങിനുള്ള കണക്ഷൻ കൊടുക്കാനുള്ള കപ്പാസിറ്റർ കൊടുക്കാനുള്ളത് C1 C2 എന്ന് എഴുതിയിട്ടുള്ളത്. പിന്നെ അതുപോലെ ട്രാൻസ്ഫോമറിൽ ഒരു 4-5 ടാപ്പിംഗ് ഉണ്ടാവും. ആ ടാപ്പിങ്ങിൽ കൊടുക്കാനുള്ളതാണ് 160 വോൾട്ട്. പിന്നെ അതുപോലെ മെയിൻ വോൾട്ടേജ്, മെയിൻ എന്ന് പറയുന്ന കണക്ഷൻ കൊടുക്കാനുള്ളതാണ് ഇത് 230 വോൾട്ട്. നമ്മൾ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട്, അതുപോലെ ന്യൂട്രൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ ഔട്ട്പുട്ടും അതേപോലെ ന്യൂട്രും കൂടിയിട്ട് ഒറ്റ ലൈനിൽ കൊടുക്കുക. പിന്നെ അതേപോലെ നമ്മളെ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ 240 വോൾട്ട് ഇതിലും കൊടുക്കുക. ഔട്ട്പുട്ട് ഇതാണ്, നമുക്ക് ഉപയോഗിക്കാനുള്ള കറണ്ട് ഔട്ട്പുട്ട് വരുന്നത് ഇതിൽ നിന്നാണ്. അപ്പോൾ അത്രയാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളിതിൽ എത്ര ലോഡാണ് നമ്മൾ കൊടുക്കണത്. ഇപ്പോൾ ഒരു 750 വാട്ട്സിന്റെ ഇൻവെർട്ടർ ആണെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 100 വാട്ട്സ് കുറവിൽ ഒരു 600 വാട്ട്സ് അല്ലെങ്കിൽ 650 വാട്ട്സിൽ നമ്മൾ ബൾബോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ലോഡ് ചെയ്തിട്ട് നമ്മൾ ഈ ബട്ടൺ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ആ ലോഡ് ഇതിൽ കറക്റ്റ് ആവും. പിന്നെ അതിൽ കൂടുതൽ ലോഡ് എന്തെങ്കിലും ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടർ കട്ട് ഓഫ് ആവും. പിന്നെ ഈ ബോർഡിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ സ്ക്വയർ വേവ് ഇൻവെർട്ടറുകളിൽ വർക്ക് ചെയ്യണ സാധനങ്ങൾക്ക് ഫാനൊക്കെ ഭയങ്കര മൂളിച്ച് പോവുക. പിന്നെ അതേപോലെ നമ്മളെ TV അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ലൈനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും. ലൈൻ ഇങ്ങനെ ഇറങ്ങിപ്പോകും TVയുടെ സൈഡിൽ കൂടെ. പിന്നെ അതേപോലെ വോൾട്ടേജ് ഇതിന് യാതൊരു ഇതുമില്ല. വോൾട്ടേജ് ഇതിന് തോന്നിയ പോലെയാണ് വോൾട്ടേജ് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് വരിക. ഇപ്പോൾ ഫസ്റ്റ് കറണ്ട് പോയി വരുമ്പോൾ ചിലപ്പോൾ ഒരു 240 വോൾട്ടാണ് ഔട്ട്പുട്ട് വരണത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ചിലപ്പോൾ വരുമ്പോൾ 260 വോൾട്ട് വരും. അങ്ങനെ വോൾട്ടേജ് വേരിയേഷൻ നല്ല പോലെ വരുന്നൊരു ബോർഡാണ്. അതേപോലെ നമ്മളെ ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾക്ക് ഒരുപാട് ഡാമേജുകളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇതേപോലത്തെ സ്ക്വയർ വേവ് ഇൻവെർട്ടർ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നമ്മളെ പഴയ മോഡൽ TV ഒക്കെയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ശരിക്കും അറിയാൻ പറ്റും. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈഡ് കൂടെ ഒരു ലൈൻ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ പിക്ചറിന് ചെറിയൊരു ആട്ടം ഉണ്ടാവും കറക്റ്റായിട്ട്. അപ്പോൾ വോൾട്ടേജ് അതിൽ നിന്ന് വരുന്ന വോൾട്ടേജും കറണ്ടും കറക്റ്റായിട്ടുള്ള ഒരു ലൈനിലല്ല വരിക. എന്നാലും ഉപയോഗിക്കാം എന്ന് മാത്രം. ആദ്യകാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കാലമായിട്ടില്ല, എന്നാലും ഇത് ഇൻവെർട്ടർ വന്നതിന് ശേഷം ഉപയോഗിച്ചിരുന്നത് ഇതേപോലത്തെ ബോർഡുകളാണ്. സ്ക്വയർ വേവ് ഇൻവെർട്ടറിന്റെ ബോർഡുകളാണ് ആദ്യം ഉപയോഗിച്ചിട്ട് ഇൻവെർട്ടർ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതേപോലത്തെ ബോർഡ് ഉപയോഗിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ ഒരുപാട് ഡാമേജ് ആവാനും കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. ഇതാണ് ന്യൂട്രൽ, അതുപോലെ കപ്പാസിറ്റർ C1 C2, അതുപോലെ 160 വോൾട്ട് മെയിന്, അതേപോലെ 250 വോൾട്ട് ട്രാൻസ്ഫോമർ ഔട്ട്പുട്ടാണ്. ട്രാൻസ്ഫോമറിന് കൊടുക്കാനുള്ള ഔട്ട്പുട്ടാണിത്. ഇത് മെയിൻ ഔട്ട്പുട്ട്. അത്രയാണ് ഇതിന്റെ കണക്ഷൻ ഉള്ളത്. പിന്നെ ഇതിന് 12 വോൾട്ട് സപ്ലൈ. ന്യൂട്രൽ ലൈൻ നമ്മൾ ഡയറക്റ്റ് ബോർഡിലേക്കാണ് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ന്യൂട്രൽ ലൈൻ അല്ല, നെഗറ്റീവ് ലൈൻ നമ്മൾ ഇതിലേക്കാണ് ഡയറക്റ്റ് കൊടുക്കേണ്ടത്. പിന്നെ അതേപോലെ നമ്മളെ ബാറ്ററിയുടെ പോസിറ്റീവ് വരുന്നത് ട്രാൻസ്ഫോമറിന്റെ സെന്റർ ടാപ്പിങ്ങിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ സെന്റർ ടാപ്പിങ്ങിൽ നിന്ന് തന്നെ ഒരു കണക്ഷൻ എടുത്തിട്ട് നമ്മൾ ഇതിൽ സ്വിച്ച് വഴി കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇൻവെർട്ടറിന്റെ സ്വിച്ച് വരുന്നത്. അപ്പോൾ ഈ വഴിക്ക് നമുക്ക് സ്വിച്ച് വഴി ഓൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള കണക്ഷനാണ്. ഇതിലേക്ക് 12 വോൾട്ട് ചെന്നാലാണ് ഇത് ഓൺ ആവുള്ളൂ, ഈ ബോർഡ് ഓൺ ആവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബോർഡിനുള്ളൂ. പിന്നെ അതേപോലെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞത്. അപ്പോൾ ഇതാണ് അതിന്റെ ഇൻഡിക്കേഷൻ കൊടുക്കാനുള്ള സ്വിച്ചും പിന്നും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ അതിന്റെ ലൈറ്റിനുള്ള കണക്ഷനുകൾ, ചാർജിങ്, അതേപോലെ ഓവർലോഡ്, ബാറ്ററിയുടെ വോൾട്ടേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനുള്ള സെറ്റപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ബോർഡിന് മീതുള്ളത്. പിന്നെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബോർഡ്, സൈൻ വേവ് ബോർഡ്. അപ്പോൾ അതൊരു 1000 വാട്ടിന്റെ ബോർഡാണ്. 12 വോൾട്ട് 1000 വാട്ടിന്റെ ബോർഡാണ്. അപ്പോൾ അതിന്റെ സെൻസറാണ്, ഇത് ഫാനിന്റെ സെൻസറാണ്. അപ്പോൾ നമ്മൾ ഊരിയിട്ടിട്ടുള്ളതാണ്. അതുപോലെ ഫാനിന്റെ കണക്ഷൻ ഉണ്ട്. ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫാൻ തിരിയാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ ഡിസ്പ്ലേയിലാണ് നമുക്ക് വോൾട്ടേജും കാര്യങ്ങളൊക്കെ കാണിക്കുക. വോൾട്ടേജ്, അതേപോലെ ചാർജിങ് 5 സ്റ്റെപ്പ് 6 സ്റ്റെപ്പ് ഒക്കെ ചാർജിങ് ഉണ്ട് ഇതിൽ. അപ്പോൾ ആ ചാർജിങ് ഒക്കെ ഇതിൽ കാണിക്കും. ബാറ്ററി ഒരു പകുതിക്ക് മേലെ ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ
ചെറിയൊരു രീതിയിലാണ് നമുക്ക് ചാർജ് കയറുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇതൊരു സോളാർ ഇൻവെർട്ടർ ബോർഡാണ്. അപ്പോൾ നമുക്ക് ഇതിൽ സോളാറിനുള്ള ഒരു കണക്ഷൻ നമ്മൾ ഇതിൽ നിന്ന് സ്വിച്ചിങ് കണക്ഷൻ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് സോളാർ ഇൻവെർട്ടർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് അതിന്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇതിലാണ് അതിന്റെ കണക്ഷൻ വരുന്നത്, ഈ ഭാഗത്തായിട്ടാണ് കണക്ഷൻ വരുന്നത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സോളാർ ഇൻവെർട്ടർ ആയിട്ട് വർക്ക് ചെയ്യുക. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോളാറിൽ നിന്നാണ് പിന്നെ പകൽ സമയങ്ങളിലൊക്കെ വർക്ക് ചെയ്യുക. പിന്നെ ഇതിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മോസ്പെറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ ഓരോ സെക്ഷൻ വർക്ക് ചെയ്യാനുള്ള IC-കളാണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ പ്രോഗ്രാം IC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ മൊത്തം സെറ്റിംഗ് ആണ്. 1 2 3 4 5 IC-കളുണ്ട് ഇതിൽ. പിന്നെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിലേ, അതിന്റെ വോൾട്ടേജ് നമുക്ക് സ്വിച്ചിങ് നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റിലേ ആണ്. പിന്നെ അതേപോലെ നമ്മൾ ലൈനിലുള്ള വോൾട്ടേജ് കറക്റ്റ് സെൻസ് ചെയ്തിട്ട് അതേ വോൾട്ടേജ് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക ഇതിൽ നിന്ന്. അപ്പോൾ ഇതിൽ കണക്ഷൻ കൊടുക്കാനൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കണക്ഷനാണ്. അപ്പോൾ ഇതിൽ ട്രാൻസ്ഫോമറിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് സുഖമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ന്യൂട്രൽ ലൈനാണ് ഈ കാണുന്നൊക്കെ, രണ്ട് ന്യൂട്രാണ്. അപ്പോൾ ന്യൂട്രൽ ലൈൻ, പിന്നെ അതുപോലെ കോമൺ ലൈൻ കൊടുക്കാനുള്ള കോമൺ, അതുപോലെ ഓണ് നമ്മളെ സ്വിച്ചിങ് നടക്കാനുള്ള കണക്ഷനാണ് ആ കാണുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് കണക്ഷനുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ ഇതിൽ നിന്ന് തന്നെയാണ്, ഈ റിലേയിൽ നിന്ന് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ സ്വിച്ചിങ് കണക്ഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിന് മീതുള്ളൂ. അപ്പോൾ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോർഡ് ഉപയോഗിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള വോൾട്ടേജും കാര്യങ്ങളൊക്കെ നമുക്ക് ലൈനിൽ എത്ര വോൾട്ടാണ് വരുന്നത് ആ വോൾട്ട് സെൻസ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് വരിക. അപ്പോൾ 1 2 വോൾട്ടേജ് ഒക്കെ ചെറിയൊരു മാറ്റം ഉണ്ടാവുന്നല്ലാണ്ട് മറ്റേതുപോലെ 20 30 വോൾട്ടേജ് ഒന്നും കൂടുതൽ വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ TV-കൾക്കും കാര്യങ്ങൾക്കും അങ്ങനെ ഫാനിനെ മൂളിച്ച് വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ നമ്മളെ വീട്ടിലൊരു സ്ക്വയർ വേവ് ഇൻവെർട്ടർ ആണ് ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഈ ബോർഡ് മാത്രം മാറ്റുക. ഈ ബോർഡ് മാറ്റിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു ബോർഡ് മേടിക്കുക. നമ്മളതിൽ ഇരിക്കുന്ന ട്രാൻസ്ഫോമർ എത്ര വാട്ട്സിന്റെ ആണെന്ന് നോക്കുക. ആ വാട്ട്സ് നോക്കിയിട്ട് നമ്മൾ അതിന്റെ ടാപ്പിംഗ് ഒഴിവാക്കുക, സെൻറ്റർ ടാപ്പിംഗ് ഒഴിവാക്കിയിട്ട് അത് ഒറ്റ കണക്ഷൻ ആക്കുക. 2 കണക്ഷൻ ആക്കിയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ആ ഇൻവെർട്ടർ നമുക്ക് സൈൻ വേവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നമ്മൾ ബോർഡും ട്രാൻസ്ഫോമറും മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ ചിലവുള്ള കാര്യമാണ്. അപ്പോൾ ആ ട്രാൻസ്ഫോമർ തന്നെ വെച്ചിട്ട് നമുക്ക് സൈൻ വേവ് ആക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇന്നാളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ, സോളാർ ഇൻവെർട്ടറിന്റെ. അതിൽ ഉപയോഗിച്ചിട്ടുള്ള ബോർഡ് ഇതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ ഒരു 6-7 കൊല്ലത്തോളം ഈ വർക്ക് ചെയ്യണു. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, വേറെ കംപ്ലൈന്റുകളും കാര്യങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബോർഡ് തന്നെയാണിത്. അപ്പോൾ അതിന്റെ കമ്പനിയും പേരൊന്നും നമ്മൾ പറയണില്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബോർഡ് ആയതുകൊണ്ട് നമ്മൾ കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മളിതൊരു ഇൻവെർട്ടർ ഊരി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ചെറിയ പ്രോബ്ലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ശരിയാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി കണക്ട് ചെയ്യാനുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇൻവെർട്ടർ അസംബിൾ ചെയ്യുന്ന സ്ക്വയർ വേവ് ഇൻവെർട്ടർ അസംബിൾ ചെയ്യുന്ന വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈൻ വേവ് അസംബിൾ ചെയ്യണം നമ്മൾ ചെയ്തിട്ടില്ല. സൈൻ വേവ് ഇപ്പോൾ സ്ക്വയർ വേവ് സൈൻ വേവ് ആക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.